ഞാൻ എൻ്റെ വീഡിയോ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ ഞാൻ മരിക്കാനാണ് പ്ലാനല്ല. അതുകൊണ്ട് അയ്യോ തുടക്കം തന്നെ കൊല്ലാൻ നോക്കല്ലടാ. ഞാൻ ബാബോടാ കത്തിച്ചാവടാ ചാവടാ. അയ്യാ എന്നെ ഓടിച്ചടാ. ഓടിക്കോ ലമ്മച്ചി ഓടിക്കോ. ഞാൻ മരിച്ചു. ഓടിക്കോ. അപ്പോൾ തുടക്കത്തന്നെ ഹലോ ഗായ്സ്. നമ്മളിന്ന് തുടക്കത്തന്നെ ഇൻട്രോ പറയാൻ മറന്നുപോയി. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിലേക്ക് എല്ലാവർക്കും വെൽക്കം. തുടക്കത്തന്നെ എന്താല്ലേ മരിക്കാനായി ഞാൻ ഇപ്പോൾ. നമുക്ക് തൽക്കാലത്തിന് എൻ്റെ നിറയെ വീറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കളക്ട് ചെയ്തത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ മറന്നുപോയി അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് ഫുഡ് സെറ്റാക്കണം. ഓക്കെ, ഒരു ബേസും സെറ്റാക്കണം. തട്ടിക്കൂട്ട് ബേസല്ല, ഒരു കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയില്ല ബേസ്. അപ്പോൾ ഇന്നെങ്കിലും നല്ലൊരു ബേസ് ഉണ്ടാക്കണം. പിന്നെ എനിക്ക് മറ്റേ അത് ഉണ്ടാക്കണം എന്നുണ്ട്. ചെറിയൊരു പ്ലാനിങ്ങാണ്. ചിലപ്പോൾ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് മറ്റേ ബണ്ടിലുണ്ടാക്കാം. അതിന് സ്പൈഡറിനെ ഫൈറ്റ് ചെയ്യണം. ഇത് ബ്രെഡിന് ഏതല്ലേ ബ്രെഡ് തിന്നപ്പോൾ എന്താ ഹാർട്ടല്ലേ 3 മൊത്തം നിറഞ്ഞി. എനിക്ക് ബ്രെഡ് മതി കഴിക്കാൻ. തൊട്ട് നോക്കാം. എഗ് സാൻഡ്വിച്ചൊക്കെ ഇല്ലേ ക്രിയേറ്റ് മോഡിൽ, അതിനെയും കാട്ടി പെർഫെക്റ്റ്. അങ്ങനെ പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ബെഡ്റോക്ക് കളിക്കണ്ടായിരുന്നു പണ്ട്. എനിക്ക് തൽക്കാലത്തിന് ബെഡ്റോക്ക് എടുക്കാൻ പറ്റിയില്ല. സങ്കടമുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമ്മൾ ഈ ലൂട്ടില്ല. ഇവിടെ നിന്നൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് ഇത്തിരി ഓപ്പി ആവണം. അയൺ ടൂൾസ് വേണ്ട, സ്റ്റോൺ ടൂൾസ് വേണം. ഇവിടെ അടുത്തൊരു കേവ് ഉണ്ട്. വെള്ളത്തിൻ്റെ അടിയിലത്തെ കേവല്ലേ, അതുകൊണ്ട് ആ കേവ്. ഈ കേവ് നല്ല കേവാണ്. വെക്കാത്തിന് എനിക്കിവിടെ ഷുഗർ കെയിനും കിട്ടോ തിന്നാൻ. അതുകൊണ്ടേ അത്രയ്ക്ക് അടിപൊളി യൂട്യൂബർ ഒന്നല്ല. അങ്ങനെ അങ്ങോട്ട് പറയണ്ട. നമുക്ക് 11 സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ. എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ട്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ കോപ്പർ കുറച്ചും കൂടി ഇതാട്ടോ. ഇത് നല്ലതാണ്. ഈ അയണങ്ങ് മൈൻഡ് ചെയ്യണം. പക്ഷേ അതുകൊണ്ട് എൻ്റെ അത്രയ്ക്ക് നല്ല സ്റ്റോൺ ടൂൾസ് ഒന്നുമില്ല. ആദ്യം തന്നെ എൻ്റെ ബേസിൽ പോയിട്ട് വരാം. ഞങ്ങളുടെ മോളിൽ തന്നെ പൊക്കത്തന്നെ ഒരു അയൺ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബേസിൽ പോയിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വരാം. കാരണം എനിക്ക് അവിടെ വെച്ചിട്ടായിരിക്കും നല്ല ആവശ്യമില്ല. അപ്പോൾ ഫർണസ് പോലും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞാൻ ബെഡ്റൂം കളിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ ഒരു ഫാർം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നും പിന്നെ ഞാൻ ബെഡ്റൂം കളിക്കുമ്പോൾ ഒരു ബീക്കൺ സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ആയിരുന്നു ബേസ്. ഇവിടെ ഞാൻ ഒരു ഫാർമിങ് ഏരിയ അല്ല, ചെറിയ സ്റ്റോറേജ് റൂം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഈ പ്രാവശ്യം ഒരു അയൺ സ്വാഡ് ഇങ്ങോട്ടുണ്ടാക്കാം. വുഡനെയും കാട്ടി കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നമുക്ക് അയൺ സ്വാഡ് ഉപയോഗിക്കാം. നമുക്ക് അയൺ ഉണ്ട്. അയൺ സ്വാഡാണ്. നമുക്കൊരു അയൺ പിക്കാക്സും കൂടി വേണം. പക്ഷേ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണമല്ലോ, അതിന് വുഡ് വേണമല്ലോ. എൻ്റെ സ്റ്റിക്ക് 2 ഉണ്ട്. ഞാൻ ചുമ്മാ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ. ഞാൻ ഇതിനെ വന്ന് ബെഡ് എടുക്കാൻ വേണ്ട തൽക്കാലത്തിന്. ഞാനൊന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാനാണ്. തൽക്കാലത്തിന് ബെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേവിൽ നിറയെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആവശ്യം വരും, ചിലപ്പോൾ ആവശ്യം വരത്തില്ല. അങ്ങനത്തെ ഒരു 50% ചാൻസിലാണ് നമ്മൾ വരുന്നത്. നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ ഷോർട്ടായി ഉണ്ടാക്കണം. മീൻസ് ഒരു 14 മിനിറ്റിൻ്റെ ഒക്കെ ആക്കിയിട്ട്. കഴിഞ്ഞ എപ്പിസോഡ് ഇത്തിരി ലോങ് ആയിരുന്നു, 15. ഞാനത് അപ്ലോഡ് ചെയ്ത് എപ്പോഴാണെന്ന് അറിയാലോ. രാത്രിയാണ് അപ്ലോഡ് ചെയ്തത്. ആഹാ കുടിങ്ങി. ഇതെന്താ ഫ്ലോട്ടിങ് വാട്ടറാ? അപ്പം ഇത് വരത്തില്ലെന്നാവുന്നേ.
ഒരെണ്ണം മാത്രം വന്നിട്ടുണ്ട്. നമുക്ക് തൽക്കാലത്തിന് നമ്മൾ ഇതെടുക്കാമല്ലോ, നമ്മുടെ വീച്ചിടുന്ന പകരം നമ്മുടെ ക്രാഫ്റ്റിംഗ് ഏരിയ നമുക്ക് ഇവിടെ വെക്കാം. ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെ നമുക്ക് നമ്മുടെ ബെഡ് സെറ്റ് ചെയ്യാം. തന്നെ അത് ഹെൽത്ത് കുറഞ്ഞിരിക്കുന്നത്, ഹെൽത്ത് കൂടി. എന്നിട്ട് നമ്മളതാണ്ട് ബെഡിൽ ആദ്യം ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ സഫോക്കേറ്റ് ആവും മിക്കവാറും. നമുക്ക് അതിന് ബേസ് ബെഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ട അയ്യണതുകൊണ്ട് കറക്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു സ്റ്റോൺ പിക്കാക്സ് അങ്ങോട്ട് ഉണ്ടാക്കിയല്ലേ, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ റോയ അതുകൊണ്ട് അത് നിറയെ ഉണ്ടെന്ന് തോന്നുന്നു, ഓർമ്മല്ലോ. ചിലപ്പോൾ ലാവോ ചെയ്യുന്നുണ്ട്, ഉണ്ടായിരുന്നു പക്ഷേ ഒന്നുമില്ല. ഇതൊക്കെ ലക്കിൻ്റെ കളിയാണ്. എൻഡർമാൻ അല്ലേ അത്? ഡ്രാഗൺ അല്ല, എൻഡർമാൻ. അവിടെ നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചേക്കാം പിന്നെ സേഫ്റ്റിക്ക് വേണ്ടി. നമ്മളറിയാണ്ട് അവൻ്റെ കണ്ണി നോക്കിയാലേ പ്രശ്നമില്ല മൊത്തം. ചാർജഡ് ക്രീപ്പറാ ഉണ്ട്, കണ്ണീനാകാനുണ്ടാവാൻ. നോക്കിയിട്ടുണ്ട്. അവനിപ്പോൾ വരും കേട്ടോ. വരും ദാ വരും. അവിടെ വരും. അവിടെ വന്നിട്ടുണ്ട്. പകുതി മുക്കാലും വന്നിട്ടുണ്ട്. ഡൺ. വാ. ഡൽപോട്ട് അടിച്ചിട്ടുണ്ട്. വാ. ഇവൻ എന്താ ഇത്? മിന്നിയാ. അവന് നിൽക്കാൻ സ്ഥലമില്ലാന്ന് തോന്നുന്നു. നാളെ ബ്രോ വെച്ചല്ലോ. നിന്നോ കേട്ടോ, പാവം നിൽക്കാൻ സ്ഥലമില്ല. വേടാ ചേർക്കേ, നമ്മളെ അടുത്ത് കളി ചേർക്കാണ്ട് ഏട്ടായി വാവുക. നമ്മളാരും അടിക്കാറില്ല. അതുകൊണ്ട് ഒരുത്തനുണ്ടോ അവിടെ ഏകദേശം. എൻ്റർപ്രൈസിക്കണമെങ്കിൽ മതി. അതുകൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് പോയാ എടാ കള്ള പക്ഷേ വിച്ചാണോ? പലയുടെ മോളിൽ ബ്ലോക്ക് വെച്ചിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ പോകുന്നു ഇവിടുന്ന്. ഒരു ഡേർട്ടും കൂടി ഇവിടെ വയ്ക്കേണ്ടി വരും. തൽക്കാലത്തിന് അവന് നിൽക്കാൻ സ്ഥലമില്ലല്ലോ, നമുക്ക് ഇവിടെ വെച്ചെടുക്കാം. അതുകൊണ്ട് അപ്പോൾ നമുക്ക് അവൻ മിക്കവാറും ഇല്ല, എനിക്ക് പേടിയില്ല, ഞാൻ അടിക്കും. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഓടിക്കാറേ, എനിക്ക് പേടിയില്ല. പക്ഷേ എനിക്ക് പേടിയില്ലെങ്കിൽ നിനക്ക് പേടിയില്ല. ചുമ്മാ ഇങ്ങോട്ടേക്ക് വന്ന് ഞാൻ എന്നാത്തിന് ആയാൻ കിട്ടാൻ. ആയാനാണെങ്കിലും ഉണ്ട്, ഞാൻ പേടിച്ചിട്ട് വയ്യ, ഞാൻ പോകുന്നു. ഈ യൂട്യൂബർ ആയതുകൊണ്ട് അയാളിന് വേണ്ടി പേടിച്ചിരിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ നൂബാണ്, എപ്പോഴായാലും നൂബാണ്. ബെസ്റ്റ് മൈൻക്രാഫ്റ്റ് പ്ലെയർ. ഞാൻ മറ്റേ മൈൻക്രാഫ്റ്റിൽ MLG ഒക്കെ പഠിക്കാൻ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ MLG ട്രൈ ചെയ്തിട്ട് ഓഫ് ക്യാമറയിൽ ചത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റീസ്പോൺ പോയിൻ്റ് വില്ലേജിലായിരുന്നു വെച്ച്. അതുകൊണ്ട് ഭാഗ്യം എൻ്റെ അതൊന്നും പോയില്ല. ഓഫ് ക്യാമറ ഗ്രൈൻഡിങ്ങിൽ അങ്ങനെ പോയതാണ്. സോ ഞാൻ വെറുതെ വില്ലേജിലങ്ങ് ചുമ്മാ അങ്ങ് ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. നൈസായിട്ട് അങ്ങ് മൂഞ്ചി. അത്രേ ഉള്ളൂ. ഇല്ല, പറ്റത്തില്ല അത്. ഞാൻ അത് ഇങ്ങനെ റെക്കോർഡൊന്നും ചെയ്തില്ല. അത് ഓഫ് ക്യാമറ എഡിറ്റിങ്ങിൽ ആ കേവിൽ പോയിട്ട് ഞാൻ പിച്ചെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അതുകൊണ്ട് വാ. എക്സ്പ്ലോറിങ് ബെഡ് സെറ്റായി. അവിടെ നിന്ന് കുറച്ചും കൂടി സ്റ്റോൺ കളക്ട് ചെയ്യുന്നു. അതുകൊണ്ട് അപ്പോൾ ഒരെണ്ണം നമുക്ക് ക്രാഫ്റ്റിൻ്റെ അയമരം മൊത്തം വെട്ടിയാൽ മതി. നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് കിട്ടും. ഇപ്പം ഒരു കറക്റ്റ് കിട്ടി. പോയിട്ട് നമുക്ക് കുറച്ച് സ്റ്റോണും കളക്ട് ചെയ്യണം. സ്റ്റോൺ പിക്കാക്സ് വെച്ച് കളക്ട് ചെയ്യാം, അങ്ങനെയാണ് പെട്ടെന്ന് കേട്ടോ. പിന്നെ നമുക്ക് ഫുൾ സ്റ്റോൺ ടൂൾസ് ആക്കണം.
വുഡ് നെഹി. നമുക്കാണെങ്കിൽ വില്ലേജിലത്തെ മൊത്തം മുട്ടടിച്ച് പറ്റാം. പക്ഷേ അവന്മാർ ബാബുവല്ലേ, ഞമ്മക്ക് മാത്രം വുഡ് വെച്ചേ പോലല്ലോ, അവന്മാർക്കും വേണ്ട വുഡ്. വുഡില്ലാണ്ട് ജീവിതം ഇല്ല. മൈൻക്രാഫ്റ്റിൽ ഏത് അല്ല രാത്രി ആവാറായ എക്സ്പ്ലോർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലത്തെ ക്ലിപ്പ് കണ്ട. ഞാൻ മരിക്കാനായി. അതുകൊണ്ട് നെവർ, നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യില്ല മൈൻക്രാഫ്റ്റിൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് 4 മിനിറ്റും കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. ഇത് ഏതല്ലേ മൈൻക്രാഫ്റ്റിലൊക്കെ. ഓക്കെ പോയിട്ട് ഒരു 8 കോബ്സ്റ്റോൺ വേണ്ടി. 8 ചിലപ്പോൾ അതിനേക്കാട്ട് കൂടുതൽ വരും. പക്ഷേ എൻ്റെ 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 12 ആയി. നമുക്കൊരു മൈനിങ് സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. തട്ടിക്കൂട്ട് സെറ്റപ്പായാലും മതി. അതുകൊണ്ട് ഇങ്ങനെ 3 ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ വെക്കുക. അങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇതും കൂടി മാറ്റി കൊടുത്താൽ ഇതും കൂടി ഈ ലെവലിലൊക്കെ ഗ്രാനൈറ്റ് കിട്ടുള്ളൂ. ഇത് ഏതല്ല എൻ്റെ മൈൻക്രാഫ്റ്റ്, വേറെ വൈബ്. ഓക്കെ, ഇനി നമുക്ക് ഈ ലെവൽ അങ്ങനെ ഗുച്ച് പോകണ്ട. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തൽക്കാലത്തിന് ഇപ്പോഴത്തേക്ക് സ്റ്റോൺ മൈൻ ചെയ്യാൻ ഈ ഏരിയ മതി. അതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി മൈൻഡ് ചെയ്യാം. നമ്മൾ ഡേ പ്ലേഡ് 2 ആണ്. എൻ്റെ സെറ്റൊക്കെ ഈ ലെവലിലേ. ഞാൻ ഏത് ലെവലിലാണ് അണ്ടർഗ്രൗണ്ടിലാണ് ബേസ് സെറ്റ്. അയ്യോ പേടിയായിട്ട് വയ്യ, ഞാൻ പോകുന്നു. ഇവിടെ മൊത്തം എൻ്റെ സെറ്റൊക്കെ ഉള്ളൂ. ഏകദേശം 11 കിട്ടിയിട്ടുണ്ട്. മതി ഇതൊക്കെ മതി. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് 8 എത്രയാ, 16 വേണം എൻ്റെ കാൽക്കുലേഷൻ പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ മൈനിങ് ഏരിയ അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരൊറ്റ ചാട്ടം എടുത്ത് കളി മതി. അതൊക്കെ എത്ര ഉള്ളൂ കേട്ടോ. ഇപ്പം എത്ര, 13, 14, 15, 15 എന്താ അത് കോളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. ഓക്കെ 16 ഓടിക്കോ. മതി ഇത്ര മതി. വീട്ടിലും വെക്കണം, എൻ്റെ കയ്യിലും വേണം. അവർ പറഞ്ഞത് ഞാൻ നൂബെന്ന് പറഞ്ഞാൽ നൂബോടെ നൂബാണ് മൈൻക്രാഫ്റ്റിൽ. അതുകൊണ്ട് എടുത്തോ. അതുകൊണ്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ എന്തുകൊണ്ട് 2 ഫർണസ് ഉണ്ടാക്കണം, 2 ഉണ്ടാക്കാൻ പോകണം. എന്നിട്ട് നമുക്ക് ഓക്കെ നമുക്ക് നമ്മുടെ നമുക്ക് ഓക്ക് പ്ലാങ്ക്സ് ആക്കാം. എന്നിട്ട് നമുക്ക് ഒരിതുണ്ടാക്കാം. പിന്നെ നമ്മുടെ 2 ഡബിൾ ചെസ്റ്റും ഉണ്ടാക്കാം. യെസ്, നമുക്ക് കറക്റ്റ് വുഡ് തികഞ്ഞില്ല. തികഞ്ഞു. നമുക്കൊരു ബെഡും കൂടി ഉണ്ടാക്കണം. ഓക്കെ, കറക്റ്റ് തികഞ്ഞു ഗൈസ്. ഏതല്ലേ കാൽക്കുലേഷൻ എൻ്റെ. നമ്മുടെ വുഡൻ ടൂൾസൊക്കെ മാറ്റാൻ സമയമായി. അപ്പം നമ്മൾ ഫുള്ള് ഡണ്ണാണല്ലോ. പിന്നെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫയർഫ്ലൈ ബുഷ് റിപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിതിങ്ങനെ പൊട്ടിച്ചിട്ട് ഫയർഫ്ലൈ ബുഷല്ലേ, ഇതൊക്കെ നല്ല സാധനം കേട്ടോ. ഓക്കെ, അങ്ങനെ ചെസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ അറിയാലോ മെയിൻ സാധനം ഫർണസ്, ഇതൊരെണ്ണം കയ്യിലിരിക്കട്ടെ. നമുക്ക് എക്സ്പ്ലോറിങ്ങിന് പോകുമ്പോഴൊക്കെ വേണം. പിന്നെ അതുകൊണ്ട് ഫുള്ള് സെറ്റാണ് ഗായ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം. പീസ് ഔട്ട്.